നമസ്കാരം. മേനോൻ മുഖ്യമന്ത്രിയുടെ സവർണ ബുദ്ധി അപാരം തന്നെ. ധവളപത്രത്തിലൂടെ എന്താണ് മേനോൻ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായോ? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇടതുപക്ഷ സർക്കാർ ചെയ്തിരിക്കുന്നത് മുഴുവൻ അത് കടമാണ്, കേരളത്തെ തകർത്തിരിക്കുകയാണ്. അതൊന്നും വികസന പ്രവർത്തനമല്ല. കേരളത്തിലുണ്ടായ നേട്ടങ്ങൾ ഒരു കാലത്തും ഒരു പിന്നോക്കക്കാരൻ ചെയ്തതാണ് എന്ന രീതിയിൽ അടയാളപ്പെടുത്താതെ കേരളത്തിൻ്റെ ജനമനസ്സുകളിൽ ഇതെല്ലാം കടം കയറ്റി മുടിപ്പിച്ചു എന്ന തോന്നലുണ്ടാക്കുക എന്നുള്ളതാണ്. വെരി സിമ്പിൾ കാര്യം. പല കാര്യങ്ങളും എടുത്ത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിൽ ലാഭനഷ്ട കണക്കുകളുടെ കണക്ക് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇന്നലെ അദ്ദേഹം പറഞ്ഞ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഏത് 6500 കോടി രൂപ മിച്ചമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്നു എന്ന രീതിയിൽ സവർണ പുത്തി ഉപയോഗിച്ച് അദ്ദേഹം ഒരു 50,000 രൂപയുടെ കണക്ക് പറഞ്ഞല്ലോ. ഒന്ന് കേട്ട. വ്യാപകമായി ഒരു പ്രചരിപ്പിച്ചത്, സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിപ്പിച്ചത് ബാക്കി പൈസ വെച്ചിട്ടാണ് ഗവൺമെന്റ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിയമസഭയിൽ ഉദാഹരണം പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് ശമ്പളം കിട്ടുന്നു 50,000 രൂപ. അപ്പൊ നിങ്ങള് എന്തൊക്കെയാണ് സാധാരണ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പലചരക്കടയിൽ കൊടുക്കണം, പാലുകാരന് കൊടുക്കണം, പത്രക്കാരന് കൊടുക്കണം, മീറ്റ് മേടിക്കണമെങ്കിൽ നോൺ വെജ് ആണെങ്കിൽ അവിടെ കൊടുക്കണം, മീൻകാർക്ക് കൊടുക്കണം. ഒരുപാട് ഒബ്ലിഗേഷൻസ്. ഇത് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ സാധാരണ. പക്ഷെ നിങ്ങള് വീട്ടിൽ ചെന്ന് മുറി അടച്ചിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയോട്, രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പറയുവാണ്, 50,000 രൂപ പോക്കറ്റിലുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട് 50, ഒറ്റ പൈസ ഇല്ല, കണ്ടാന്നേ. പക്ഷെ വാതിൽ തുറക്കാൻ പറ്റില്ല. എന്താ വാതിൽ തുറന്ന പലചരക്കടക്കാരൻ നിൽക്കുവാണ്, പാലുകാരൻ നിൽക്കുവാണ്, പത്രക്കാരൻ നിൽക്കുവാണ്, മീൻ കൊണ്ടുവന്ന് ജയിച്ചു വരാണ് നിൽക്കുവാണ് വാതിക്കാൻ. ഇതാണ് ഈ ബാക്കി ഖജനാവിൽ വെച്ചിട്ടെന്ന് പറഞ്ഞതിന്റെ വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. കേട്ടല്ലോ എത്ര പെട്ടെന്നാണ് ആൾക്കാർക്കിടയിലേക്ക് അത്. 50,000 രൂപ കൊണ്ടൊന്ന് ഭാര്യയെ കാണിച്ചിട്ട് എൻ്റെ കയ്യിൽ 50,000 രൂപയുണ്ട്, എന്നിട്ട് പുറത്ത് മീൻകാരൻ കാത്തിരിക്കുന്നു, പാൽക്കാരൻ കാത്തിരിക്കുന്നു, പച്ചക്കറി കടക്കാരൻ കാത്തിരിക്കുന്നു, ടെലിഫോൺ ബില്ലുകാരൻ കാത്തിരിക്കുന്നു, തുടങ്ങി സകല പേരും പുറത്തേക്കാണ്. വാതിൽ തുറക്കാൻ പറ്റില്ല, പക്ഷെ എൻ്റെ കയ്യിൽ 50,000 രൂപ ഉണ്ട്. അതായത് ലോകത്തെവിടെയെങ്കിലും നിങ്ങൾക്ക് വരുമാനം ഉണ്ടായിട്ട് അതേപടി നിലനിൽക്കാറുണ്ടോ? എവിടെയെങ്കിലും നിലനിൽക്കാറുണ്ടോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ? അപ്പോൾ സതീശൻ പറയുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ വരുമാനം എങ്ങനെയായിരിക്കണം? വന്നാൽ ഒരു പൈസ ചെലവില്ലാതെ അവിടെ നിൽക്കണം. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണ്ട, ക്ഷേമ പെൻഷൻ കൊടുക്കണ്ട. ഈ നാടിന്റെ വികസന പദ്ധതിക്ക് വേണ്ടി നമ്മൾ ബോറോയിങ്, അതായത് കടമെടുത്തായിരുന്നാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴേ എന്തുണ്ടാവുള്ളൂ? നികുതി വരുമാനം കൂടുള്ളൂ. ഒരു കാര്യം മാത്രം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സതീശൻ വിദഗ്ധമായി മറച്ചു വെച്ചൊരു കാര്യമുണ്ട്. 8 ലക്ഷം കോടി രൂപ വരുമാനമുണ്ടായിരുന്ന കേരളത്തിന് ഇപ്പോൾ 10 വർഷത്തിന് ശേഷം അത് 14 ലക്ഷം കോടി കടന്നിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, 8 ലക്ഷം കോടി വരുമാനമുണ്ടായിരുന്ന ഒരു സംസ്ഥാനത്തിന് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 6 ലക്ഷം കോടി രൂപയുടെ വരുമാനം ഉയർന്നിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ആ ധവളപത്രത്തിൽ ഈ വരുമാനത്തെക്കുറിച്ച് മിണ്ടാതിരുന്നത്? കൊടുക്കാനുള്ള കാര്യത്തെക്കുറിച്ച് മാത്രം സതീശൻ പറഞ്ഞത്. അത് കിഫ്ബിക്ക് കൊടുക്കാറുണ്ട് എന്ന് പറയുകയാണ്. കിഫ്ബിക്ക് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ബോറോയിങ് ആയിട്ട് പല കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. ഇത് കേരളത്തിന് മാത്രമല്ല മിസ്റ്റർ. അതായത് കേരളം കഴിഞ്ഞ 10 വർഷത്തിനിടെ ആർജിച്ചത് മുഴുവൻ ഈ നാടിനെ കടത്തിൽ മുക്കി എന്ന രീതിയിൽ ജനങ്ങളുടെ മനസ്സിൽ എന്തുണ്ടാക്കണം? ഈ നാട്ടിൽ കൊണ്ടുവന്ന മാറ്റങ്ങളൊന്നും ഒരു പിന്നോക്കക്കാരന് അർഹതയില്ല, ഈ നാടിനെ നശിപ്പിച്ചു എന്നൊരു തോന്നൽ ഉണ്ടാക്കാനുള്ള സവർണ പുത്തിയാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഉപയോഗിച്ചിരിക്കുന്നത്. സതീശനൊക്കെ മനസ്സിലാക്കേണ്ടത്, പണ്ടായിരുന്നു ഈ നാട്ടിൽ വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ സവർണ പുത്തികളെല്ലാം കൂടി, അതായത് സതീശന്റെ ധവളപത്രം പുറത്തു വരുമ്പോൾ ആ ധവളപത്രത്തിന് സംഘികൾ കൂടി എണീറ്റ് നിന്ന് കൈയടിക്കുകയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് കേരളത്തിന്റെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞ് ഈ നാട് മോശമായി. കാര്യം ഈ കേരളം ഇങ്ങനെ ആയത് ഞങ്ങളുടെ സവർണ തമ്പ്രാക്കന്മാർ മാത്രം ഭരിച്ചത് കൊണ്ടാണെന്ന് മാത്രമേ എല്ലാ കാലത്തും പറയാൻ പാടുള്ളൂ. ഇന്നലകളിൽ ഈ നാട്ടിൽ കൊണ്ടുവന്ന മാറ്റം സവർണ തമ്പ്രാക്കന്മാർ. ഇതിൻ്റെ ഇടയ്ക്ക് 10 വർഷത്തെ ഗ്യാപ്പിനിടയിൽ നാടിൽ വലിയ വികസന കുതിപ്പുണ്ടായ കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ നഷ്ടമാണ്, കടമാണ്, ഒന്നും നടന്നിട്ടില്ല, മൊത്തം മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെയെല്ലാം ഇകഴ്ത്തുന്നതിന് പിന്നിലെ ആ ഗൂഢ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിൽ ഒരു പിന്നോക്കക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രി ഇരുന്ന് കുറെ കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്കറിയില്ലേ എങ്ങനെയാണ് മാവേലിയെ റദ്ദാക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? മഹാബലി, അങ്ങ് അസുര രാജാവ് ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ
മഹത്വത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചറിഞ്ഞപ്പോൾ അങ്ങനെയുള്ളത് ഒരു കള്ളക്കഥയാണെന്ന് സംഘപരിവാർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു പിന്നോക്ക രാജാവ് ഉണ്ടായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്നലകളിൽ ഇവർ വാഴ്ത്തുപാട്ട് പാടുന്ന പലരും റദ്ദാക്കി പോകുന്ന ചരിത്രം മഹാബലിക്കുണ്ട്. അതുപോലത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു 10 വർഷം പിണറായിയെ പോലൊരു മുഖ്യമന്ത്രി കേരളത്തിന്റെ മുന്നോട്ട് പോക്കും കേരളത്തിന്റെ വരുമാനം ഉൾപ്പെടെ സകലത്തിലും മാറ്റം വരുത്തിയപ്പോൾ അതിൽ കടമെന്ന ലേബൽ കുത്തിക്കൊണ്ട് അതിനെ വിദഗ്ധമായിട്ട് റദ്ദാക്കാനും കേരളത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, മൊത്തം കടത്തിൽ മുങ്ങി നിൽക്കുകയാണെന്നൊരു തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അടിച്ചെടുക്കാനുള്ള ഒരു തന്ത്രമാണെന്ന് ഈ നാട് മനസ്സിലാക്കണം.